GDP കുതിച്ചുയരുകയാണ്. റോക്കറ്റ് പോലെ 8% വീണ്ടും ഉയർന്നുകൊണ്ട് GDP വളരെ ഉയർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണല്ലോ കേൾക്കുന്നത്. നല്ലൊരു വാർത്ത തന്നെയാണ്, സന്തോഷം തന്നെയാണ്. ഇന്ത്യയിൽ GDP കൂടുന്നതെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. കാര്യം ഈ GDP കൂടി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യം GDP കൂടിയത് കൊണ്ട് ആ രാജ്യം റിച്ച് ആകണമെന്നില്ല. കാര്യം സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ ഒരു ടോപ്പ് 5 ഉണ്ടെങ്കിൽ തന്നെയും റിച്ചസ്റ്റ് കൺട്രീസിലെടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 130 താഴെ, അതായത് 140, അങ്ങനെ ഒരു 142, 143 അങ്ങനെയൊക്കെ പൊസിഷനിൽ വരുന്നു. അതായത് റിച്ചസ്റ്റ് കൺട്രീസിൽ 7 അയലോക്കത്ത് പോലും ഇന്ത്യ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ GDP പെർ ക്യാപിറ്റ, ആളോഹരി വരുമാനം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി, PPP എല്ലാം നല്ല തോതിൽ കുറവായതുകൊണ്ട് തന്നെ, ആളോഹരി വരുമാനം കുറവായതുകൊണ്ട് തന്നെ, അതായത് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ 140 കോടി ജനങ്ങൾ കൂടുതലുണ്ട്. അപ്പം ഈ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 40% സമ്പത്തിരിക്കുന്നതും ഏകദേശം ഇന്ത്യയിലെ ധനികരായിട്ടുള്ള 1, 2, 3 പേരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അതായത് റാഷണലായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ്, അതായത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഡോളറിന് ഇപ്പം ഏകദേശം 90 രൂപ ആയിട്ടുണ്ട് രൂപയുടെ മൂല്യം. അതായത് പണ്ട് 2000 കാലഘട്ടത്തിലെല്ലാം ഒരു ഡോളറെന്ന് പറഞ്ഞാൽ ഏകദേശം 43 രൂപയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് വന്ന് ഏകദേശം ഒരു ഡോളർ ഏകദേശം 90 രൂപയോളമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ പോകുന്ന കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൻ്റെ കാലയളവിൽ ഏകദേശം 35%-ഓളമാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 7%-ഓളം മൂല്യം ഇടിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് 50% താരിഫ് ചുമത്തിയതും ഇതെല്ലാം തന്നെ രൂപയുടെ മൂല്യം ഇടിയാനായിട്ട് വളരെയധികം ഒരു കാര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറുവശത്ത് നമ്മൾ പറയും അത് ഡോളറിൻ്റെ സ്ട്രെങ്ത് കൂടിയത് കൊണ്ടാണെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഡോളറിനെതിരെ വില ഇടിയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏഷ്യൻ കൺട്രീസിൽ നമ്മൾ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ഈ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഈ പറയുന്ന പോലെ തായ്ലൻഡ്, അതുപോലെ തന്നെ ചൈന, സിംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിലുള്ള നാണയങ്ങളുടെ വില ക്രമാനുസൃതമായി മൂല്യം കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് സാമ്പത്തികമായിട്ട് തകർന്ന പാകിസ്ഥാൻ്റെ പോലും മൂല്യം ഏകദേശം 1.5% മാത്രമേ ഇടിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിൻ്റെ മൂല്യം, അതായത് ഡിമാൻഡ് കുറയുന്നതോടു കൂടിയാണ് അതിൻ്റെ മൂല്യം കുറയുന്നത്. അതായത് ഇന്ത്യൻ രൂപയുടെ ഡിമാൻഡ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട വാസ്തവം. അതായത് വിദേശ നിക്ഷേപം നല്ല രീതിയിൽ കുറയുന്നു. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മൂല്യം ഇടിയുന്നത് കൊണ്ട് വിദേശ നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും കുറയാൻ അത് വളരെയധികം ഒരു കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ അമേരിക്കയിലേക്ക് ഈ 50% താരിഫ് കൂട്ടിയതോടുകൂടി അങ്ങോട്ടുള്ള കയറ്റുമതി ആയാലും ഇങ്ങോട്ടുള്ള ഇറക്കുമതി ആയാലും ആകെപ്പാടെ താറുമാറായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ആ രാജ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉപരിയായിട്ട് അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലിൻ്റെ വില നമുക്ക് നോക്കാം. അതായത് 2000-ൽ ക്രൂഡ് ഓയിലിൻ്റെ വില, ഒരു ബാരലിന് ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം $30 ആയിരുന്നു. അതായത് ഒരു ഡോളർ എന്ന് പറയുമ്പോൾ 43 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്. അതായത് ഒരു ബാരലിന് നമ്മൾ ഏകദേശം 1290 സംതിങ് അങ്ങനെ കൊടുക്കേണ്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഏകദേശം $73 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ന് 90 രൂപയാണ് ഏകദേശം. അതായത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഏകദേശം 6500 സംതിങ് രൂപ നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്.
അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിന് ക്രമാനുസൃതമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ദൈനംദിനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കമ്മോഡിറ്റീസിൻ്റെ എല്ലാം തന്നെ വില കുതിച്ചുയരുന്നു. അതായത് ദൈനംദിന നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ടുള്ള ആഹാരമായാലും ആഹാരപദാർത്ഥങ്ങളായാലും പാല്, മുട്ട, പഴം, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളായാലും പച്ചക്കറികൾ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കായാലും വില റോക്കറ്റ് പോലെ ഉയരും. അപ്പോൾ അത് സാധാരണ ജനങ്ങളെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. അതായത് ജി ഡി പി കൂടിയേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ദേശീയ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് കൊടുത്തിരിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് C ഗ്രേഡാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും GDP കണക്കാക്കുന്ന ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത് 2012-ലും 2013-ലുമുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കാലഹരണപ്പെട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയൊന്നുമല്ല. ഈ പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഇൻഡെക്സ് എല്ലാം ഉപയോഗിച്ച് കണക്ക് കൂട്ടുമ്പോൾ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഒരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് വാസ്തവം. അതായത് IMF പറയുന്നതനുസരിച്ച് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില കണക്കാക്കുന്നതിന് മൊത്ത വ്യവസായ ഉൽപ്പന്നങ്ങൾ പ്രകാരം, അതായത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, അങ്ങനെ വച്ച് നോക്കി വേണം ഇതിൻ്റെ ഈ പറയുന്ന പോലെ ഇതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ എല്ലാം കണക്കാക്കാനായിട്ടെന്നുള്ളതാണ് IMF പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 8 പോയിൻറ്റ് സംതിങ് ഉയർച്ച വന്നു എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശത്തിലുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നും പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഡോളറിനെതിരെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ IMF GDPയുടെ വളർച്ചയുടെ ഈ നിഴലിനെ ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ C ഗ്രേഡ് കൊടുക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ GDP ഉയർന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ കൂടെ മറുവശത്ത് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ GDP പെർ ക്യാപിറ്റ കുറഞ്ഞുകൊണ്ടിരിക്കും, പർച്ചേസിങ് പവർ പാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്ന പോലെ എല്ലാ രീതിയിലും ചാഞ്ചല്യം ഉണ്ടാവും. അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും, നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും, വിലക്കയറ്റം ഉണ്ടാകും. ആ വിലക്കയറ്റം അനുസരിച്ച് എല്ലാവരുടെ കയ്യിലും കാശ് കാണത്തില്ല അത് മീറ്റ് ചെയ്യാനുള്ള. അത് മാത്രമല്ല, ഫെയർ ആയിട്ടുള്ള വേജസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകില്ല, GDP പെർ ക്യാപിറ്റ ഉയരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഈ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളോഹരി വരുമാനം, എല്ലാവരിലും എത്തേണ്ട വരുമാനം തീർച്ചയായിട്ടും ഉയരണം എന്നുള്ളത് ആണ് ഇതിൽ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മതങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയവും കുടുംബ രാഷ്ട്രീയവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഭരിക്കുന്ന രാഷ്ട്രീയവും എല്ലാത്തിനെയും അകറ്റി നിർത്തി ജനങ്ങളുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും അതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ഇനിയെങ്കിലും ഉരുത്തിരിഞ്ഞുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.